ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചുരുട്ടാണ്. ആദ്യം നമുക്ക് മൈദാമാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ 1 കപ്പ് മൈദ ഒന്ന് കുഴച്ചെടുക്കാൻ 1/4 കപ്പ് വെള്ളത്തിൽ താഴെ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ മൈദാമാവൊക്കെ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന ആ ഒരു പാകത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ബോൾസുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ബോൾസുകളാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ 13 ബോൾസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ 13 എണ്ണത്തിൽ നിന്ന് നമുക്ക് 26 ചുരുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി നന്നായിട്ട് ഇട്ട് തന്നെ പരത്തിയെടുക്കുക. ഏറ്റവും കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. നമ്മളെ കൊണ്ട് എത്രയും കനം കുറച്ച് പരത്താവോ അത്രയും കനം കുറച്ച് തന്നെ ഇത് പരത്തിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് നിറയെ അരിപ്പൊടി തൂക്കി തന്നെ പരത്തിയെടുക്കണം. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരെണ്ണം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ടാണ് ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അരിപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇപ്പം ഞാൻ മുഴുവൻ ബോൾസും പരത്തി എടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പരത്തി എടുത്തതിനെ കുറച്ചും കൂടി നൈസാക്കി ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചപ്പാത്തി പലകയിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഓരോന്നായിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക, അരിപ്പൊടി ഇടുക, എന്നിട്ട് അടുത്തത് വെച്ച് കൊടുക്കുക, പിന്നെ അരിപ്പൊടി ഇടുക, അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു 6 എണ്ണം എടുത്തിട്ട് ഓരോന്നായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് മുകളിൽ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി തിന്നായിട്ട് കിട്ടും. അപ്പോൾ ഏറ്റവും തിന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ പരത്തി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഈ ചപ്പാത്തി പലകയിൽ നിന്ന് മാറ്റിയിട്ട് ഓരോന്ന് ഒരു വട്ടത്തിലുള്ള പാത്രം വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നിച്ച് എല്ലാം കൂടി വെച്ചിട്ട് കട്ട് ചെയ്യരുത്. അപ്പോഴേക്കും സൈഡിലെല്ലാം ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോന്നായിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന മുഴുവനും റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ട് തന്നെയാണ് നമ്മൾ പരത്തി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഒന്നും കൂടി രണ്ടായിട്ട് നടുവേ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനൊരു കത്തി വെച്ചിട്ട് ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തതെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഞാൻ ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇനി ഈ 1 കപ്പ് പഞ്ചസാരയിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ നാരങ്ങാനീര് ചേർത്തത് ക്യാമറ ഓഫ് ആയിരുന്നതുകൊണ്ട് വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ അത് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയായി പോവും. അപ്പോൾ പഞ്ചസാര കട്ടയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്താണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കോൺസ്റ്റന്റ് കൺസിസ്റ്റൻസി ആയി വരണം. അപ്പോൾ അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഒറ്റനൂൽ പരുവമായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
മെൽറ്റ് ചെയ്ത പഞ്ചസാര കയ്യിലിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 2 വിരലിലും ഒട്ടി നൂല് പോലെ ഫോം ചെയ്യുന്നതാണ് ഒറ്റനൂൽ പരുവം. അപ്പോൾ അങ്ങനെയായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയെടുത്ത പഞ്ചസാര പാനിയിൽ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യമേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷീറ്റ്സ് ഓരോന്നായിട്ട് ഇതിനകത്ത് മുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരന്ന പാത്രത്തിലേക്ക് എടുക്കുന്നതാവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഇതിൽ നമ്മൾ അവലോസ് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് അവലോസ് പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് അവലോസ് പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് അവലോസ് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ടാമത് ഒരു 1/2 കപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് അവലോസ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ 1.25 കപ്പ് അവലോസ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി കൂടുതൽ ചേർക്കണോ വേണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കപ്പിന് താഴെ അവലോസ് പൊടിയാണ് ഇതിലേക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1.25 കപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അവലോസ് പൊടിയൊക്കെ പാകത്തിന് ചേർക്കുക. മിക്സിങ് ഈ ഒരു പാകത്തിൽ തന്നെ ആയി വരണം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ഡ്രോപ്പ് വനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എസൻസും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഷീറ്റ്സ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ 3 എണ്ണമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 3 എണ്ണം ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ടത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ഇട്ടത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയും മാത്രം മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഷീറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ചുരുട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടാക്കി വെച്ചിരുന്ന ഷീറ്റ്സിൽ ഒരെണ്ണം എടുത്ത് പഞ്ചസാര പാനിയിൽ മുക്കുക. അതിനുശേഷം അത് കോൺ ഷേപ്പിലൊന്ന് മടക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വശം വേണം താഴെ വരാൻ. ഞാനിപ്പോൾ ഇത് കോൺ ഷേപ്പിൽ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ അവലോസ് പൊടിയുടെ ഫില്ലിങ്ങും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. ഫില്ലിങ് ഇങ്ങനെ വെച്ചതിന് ശേഷം 3 വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പോൾ ചുരുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ റെഡിയാക്കി വെച്ചിരുന്നതിൽ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് അത് പഞ്ചസാര പാനിയിലൊന്ന് മുക്കുക. പഞ്ചസാര പാനിയിൽ മുക്കുന്നത് ഷീറ്റ് ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് മടക്കി എടുക്കുക. മടക്കി എടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത വശം വേണം താഴെ വരാൻ. എന്നിട്ട് അതിനുള്ളിൽ അവലോസ് പൊടിയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് 3 വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇത് ഒട്ടി വരും. ഇത് നമ്മൾ പഞ്ചസാര പാനിയിൽ മുക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടി കിട്ടുന്നത്. ഈ ചുരുട്ട് കുറച്ച് ജ്യൂസി ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പഞ്ചസാര പാനിയിൽ മുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒട്ടിക്കേണ്ട വശം മാത്രം നമ്മൾ പഞ്ചസാര പാനിയിൽ മുക്കിയെടുത്താൽ മതി. ഈ ചുരുട്ട് നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഒരു 1-2 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ചുരുട്ട് റെഡിയാക്കി എടുക്കുന്നത്. അവലോസ് പൊടി തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്